ഹലോ ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പാണ്. അപ്പോൾ അതിനുവേണ്ടി എടുത്തിരിക്കുന്ന 2 ഇഞ്ചിൻ്റെ ഗ്രോസ് റിബണാണ്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഞാൻ 11 പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ലെയറിൽ എനിക്ക് 5 എണ്ണവും അടുത്തതിൽ 6 എണ്ണവും, ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈഡൊന്നും ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ കട്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കതിലെ റിബണിലെ നൂലിഴകൾ ഇങ്ങനെ പിരിന്ന് വരും, ഇളകി വരും. അപ്പോൾ അതുകൊണ്ട് അത് വരാതിരിക്കാൻ വേണ്ടി സൈഡെല്ലാം നിങ്ങളൊന്ന് ഒരുക്കണം. ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനുള്ള പെറ്റൽസ് അത്രയും ഒന്ന് ജസ്റ്റ് ഉരുക്കിയെടുക്കുക. ഓക്കെ, എല്ലാം പിന്നെ സൈഡ് ഉരുക്കാൻ മറക്കല്ലേ കേട്ടോ, അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ സൈഡ്. എന്നിട്ട് അതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കുക. ആ ഒരു പെറ്റൽസ് 2 പെറ്റൽസായിട്ട് നിൽക്കും നമ്മൾ മടക്കുമ്പോൾ. ഒന്ന് ബാക്കിലോട്ടും ഒന്ന് ഫ്രണ്ടിലോട്ടും നിൽക്കും. അതേ രീതിയിലൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ടൊരു 5 സ്റ്റിച്ച് നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. 5 സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒന്ന് അവസാനം നമ്മളിങ്ങനെ കെട്ടി ചുരുക്കി എടുക്കുമ്പോൾ അതൊരു നല്ല ഭംഗിക്ക് നിൽക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമുക്ക് മാക്സിമം 5. പിന്നെ ഇത് നമ്മൾ 1 ഇഞ്ചിൻ്റെ റിബൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സെൻറ്റിമീറ്ററിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. 2 ഇഞ്ചിൻ്റെതാണ് നമ്മൾ 4 സെൻറ്റിമീറ്ററിൽ പെറ്റൽസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി നമ്മൾ 5 സ്റ്റിച്ച് ഇട്ട് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് ചെയ്യാനുള്ളത്. ഇത് വളരെ പാടോ ഒന്നുമില്ല. ഇത് നമുക്ക് ഗ്രോസ് റിബണിലല്ല, സാധാ നോർമൽ റിബണിലും സാറ്റിൻ റിബണിലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ഏതിൽ ചെയ്താലും നല്ലൊരു പ്രത്യേക അട്രാക്റ്റീവ് ഒരു കളറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാരണം സാറ്റിൻ റിബൺ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഏതിൽ ചെയ്താലും നല്ല മനോഹരമായിട്ട് തന്നെ നിൽക്കും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള, അപ്പോൾ ഞാൻ 1 6 1 5, അപ്പോൾ ഞാൻ 1 ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതത്രയും നമ്മളൊന്ന് ജസ്റ്റ് ഇതുപോലെ നമുക്ക് അത് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നായിട്ട് മടക്കി വേണം സ്റ്റിച്ച് ചെയ്യാൻ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ. വേറെ ബുദ്ധിമുട്ടായിട്ടുള്ള ചെയ്യാനുള്ള ഒന്നും നമുക്കിതിലില്ല. വളരെ സിമ്പിളാണ്. നോക്കി, ഞാനത് പറയാൻ കാരണം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. കാരണം ഇത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. നമ്മളൊരു ഫ്ലവറൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാം, ഹെയർ ക്ലിപ്പ് ചെയ്യാം, പല വെറൈറ്റി ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെല്ലാത്തിനെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്തെടുക്കുക. ടൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ടൈ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് സെൻറ്ററിൽ ഒരു സ്പേസ് നമുക്ക് വേണം. ആ ഒരു ഗ്യാപ്പിനനുസരിച്ചിട്ട് നിങ്ങളൊന്ന് ടൈ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്കൊരു സ്പേസ് വേണം സെൻറ്ററിൽ. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ 2 എണ്ണമാണ് ചെയ്തെടുത്തത്. ആദ്യത്തെ 1 6 ഉണ്ട്, 1 5 ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഓരോ ലെയറായിട്ട് വെച്ച് ഞാൻ ഒട്ടിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഞാനിതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇതുപോലെ സെൻറ്ററിൽ അടുത്ത് വന്നു. ഓക്കെ, ഇനി നമുക്ക് 6ഉം 3ഉം വെക്കാം കേട്ടോ. 6 ലാസ്റ്റ് ലെയറും 3 അടുത്ത ലെയറിലും വെച്ച് അങ്ങനെയും ചെയ്യാം. അത് കുറച്ചുകൂടെ വലുതായിട്ട് നിൽക്കും. അങ്ങനെയും ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് ചെയ്തിട്ട് ഞാനിനി അതിൻ്റെ 2 സൈഡിൽ ഒരു പോളൻ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 0.4ൻ്റെ വയർ എടുത്തതിന് ശേഷം 0.4ൻ്റെ വയർ എടുത്തതിന് ശേഷം നമ്മളുടെ ബീഡ്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഗ്ലാസ് ബീഡ്സ് ഇടാം, നിങ്ങൾക്ക് പേൾ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഗോൾഡും വൈറ്റും ഇങ്ങനെ കളർ കോമ്പിനേഷനിൽ കൊടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഫുൾ റെഡാണ് യൂസ് ചെയ്യുന്നത്. ഞാനിത് യൂസ് ചെയ്യുന്ന നമ്മുടെ ബ്രേസ്ലെറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ബീഡ്സാണ് കേട്ടോ. നമുക്ക് പല വെറൈറ്റിയിലുള്ള ബീഡ്സൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഏത് വേണം യൂസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ സെൻറ്ററിലേക്ക് ഇട്ടു, അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അടുത്ത് വീണ്ടും 2 എണ്ണം ഓരോ സൈഡിലേക്ക് ഓരോന്നിട്ടു, വീണ്ടും ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്തു. അടുത്ത് വീണ്ടും അതേ സൈഡിലേക്ക് തന്നെ വീണ്ടും ഒന്ന്, എന്നിട്ട് അതിന് എത്ര ട്വിസ്റ്റാണോ അതുപോലെ ഒന്ന് എല്ലാം ഒരേ വലിപ്പത്തിന് വരാൻ വേണ്ടിയിട്ട് അടുത്ത് വീണ്ടും അടുത്ത സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും ഒരു ബീഡിട്ടു, അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തു. അതിനുശേഷം അതും ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം സെൻറ്റർ ഒന്ന് ഫുള്ളായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. നോക്കിയേ, ഇതുപോലെ ഈ സെൻറ്റർ ഇങ്ങനെ പിടിച്ചിട്ട് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ആവശ്യത്തിന് നീളത്തിന്. അതിനുശേഷം ബാലൻസ് ഞാനൊന്ന് ലെങ്ത് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ ഞാൻ 2 എണ്ണം ചെയ്തെടുത്തു. അതിനുശേഷം ഫെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ ഉപയോഗിച്ചതിന് ശേഷം ഞാനിതൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ പുറകിലെല്ലാം ഒരേ സ്റ്റെപ്പിൽ തന്നെയാണ് ഇത് ചെയ്തു പോകുന്നത്. നമ്മുടെ ഫ്ലവറും ബീഡ്സും എല്ലാം ഒരുമിച്ചാണ് പേസ്റ്റ് ചെയ്യുന്നത്. നോക്കി, വളരെ സിമ്പിളാണ്. ഇത് ഇളകത്തൊന്നുമില്ല കേട്ടോ. ഗ്ലൂ ഗണ്ണൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളിനി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം ഇങ്ങനെ കീറിയാണ് വരാറ്. അല്ലാതെ നമുക്കങ്ങനെ പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഇത് നമ്മുടെ B7000ൻ്റെയും 8000ൻ്റെയും ഗ്ലൂ അപ്ലൈ ചെയ്താലും ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് സെൻറ്ററിലേക്ക് ഞാനൊരു ക്ലിപ്പ് സ്റ്റോൺ കൊടുത്തപ്പോൾ കുറച്ചുകൂടെ അത് മനോഹരമായി. നോക്കി, വളരെ സിമ്പിളല്ലേ.
എന്നിട്ട് ഈ ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആ ഫ്ലവർ കണ്ടില്ലേ, കുറച്ചുകൂടെ ഒന്ന് ഇതുപോലെ മേലോട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാവും. അത് നമുക്ക് ഇത് റെഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചുകൂടെ ഒരു നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററില്ലേ അതുപോലെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് പുറകിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഭയങ്കര രസമായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് പല കളറിൽ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള നമുക്ക് മാച്ചിങ്ങിനുള്ള കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കെല്ലാം നമുക്ക് മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ.